ഡൽഹിയിലെ നരേന്ദ്രമോദി തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയും വന്ന് പങ്കെടുക്കുമായിരുന്ന ഒരു സ്റ്റേജിൽ കുറെ കൂടെ കളർഫുള്ളായിട്ടുള്ള HRDSനെ പോലെ തമാശ സംഘടന അല്ലാത്തൊരു സംഘടനയാണ് വന്ന് ഈ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ശശി തരൂർ കയ്യും നീട്ടി വാങ്ങിയേനെ എന്നല്ലേ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ശശി തരൂർ എന്തായി ചെയ്യുന്നത്? അതായത് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ BJPയിലേക്ക് പോയി. അവർ മാന്യരാണ്, അവർ മാന്യരായുള്ള നേതാക്കൾ. എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിൽ രാഷ്ട്രീയ മാറ്റം വന്നപ്പോൾ അവർ പാർട്ടി മാറി. ഇദ്ദേഹം മനസ്സിൽ രാഷ്ട്രീയ മാറ്റം വന്നിട്ടും ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിൽക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നത് അതിൻ്റെ ചെലവ്, അദ്ദേഹം വലിയ സമ്പന്നൊക്കെ ആയിരിക്കാം, പക്ഷേ അവിടെ MP എന്ന പദവി കോൺഗ്രസ് പാർട്ടി കൊടുത്തതാണ് അല്ലേ. ഈ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരായുള്ള പാവപ്പെട്ട മനുഷ്യർ വെയിലും മഴയും കൊണ്ട് ഇദ്ദേഹത്തിന് വോട്ട് പിടിക്കാൻ വേണ്ടി നടന്നിട്ട് അവരുടെ രാഷ്ട്രീയത്തെ പാർലമെൻറ്റിൽ ചെന്ന് ഉഷാറായിട്ട് സംസാരിക്കുമെന്ന് കണക്കാക്കി അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഇദ്ദേഹം നടന്നത് കോൺഗ്രസിനെതിരായിട്ടുള്ള പരാമർശമാണ്. സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്ന ജീവി എന്ന് പണ്ടൊരു സാഹചര്യത്തിൽ VS അച്യുതാനന്ദനെ സുകുമാർ അഴീക്കോട് ഒന്ന് വിമർശിച്ചിരുന്നു. VS അച്യുതാനന്ദൻ അത് അർഹിക്കുന്ന ആളല്ല എന്ന് അന്നും ഇന്നും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുക മാത്രമല്ല മറ്റു പക്ഷികളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ സ്വന്തം കൂട്ടിൽ കാഷ്ടിപ്പിക്കുന്ന ജീവിയാണ് എന്നായിരുന്നു ഇപ്പോൾ ഞാനല്ല സുകുമാർ അഴീക്കോട് ഉണ്ടായിരുന്നെങ്കിൽ ശശി തരൂരിനെ വിശേഷിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അവരവരുടെ രാഷ്ട്രീയ ധാരണകളിൽ പുസ്തകത്തിലൂടെയൊക്കെ എഴുതിയ മഹാബുദ്ധിജീവിയായിട്ട് എഴുതിയ അവരവരുടെ രാഷ്ട്രീയ ധാരണകളിൽ അടിയുറച്ച് നിൽക്കുകയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ട മറ്റൊരുപാട് സവിശേഷതകളിൽ ഏറ്റവും പ്രധാനം എന്താണ്? രാഷ്ട്രീയ സ്ഥൈര്യം എന്നതല്ലേ.